എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ ഏറ്റവും പുതിയ തിയേറ്റർ റിലീസ് ചെയ്യപ്പെട്ട ബസൂക്ക എന്ന സിനിമയുടെ OTT അപ്ഡേറ്റ് അറിയാൻ വേണ്ടി. ആ ഒരു അപ്ഡേറ്റും തിയേറ്ററിൽ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ടന്റെ റിലീസ് ചെയ്യപ്പെട്ട ചോട്ടാ മുംബൈ എന്ന സിനിമ. ചിത്രത്തിന്റെ 2ാം ദിവസത്തെ കേരള കളക്ഷൻ അപ്ഡേറ്റ്. നീണ്ട ദിവസങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിൽ വിജയമായ ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ OTT അപ്ഡേറ്റ്. അതോടൊപ്പം DQവിന്റെ നിർമ്മാണ കമ്പനിയുടെ അടുത്ത ചിത്രം. ഈ അപ്ഡേറ്റ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. തിയേറ്ററുകളിൽ വിജയിച്ച ദിലീപ് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി തിയേറ്ററുകളിൽ 30 ദിവസങ്ങൾ ഇന്ന് പിന്നിട്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ ചിത്രം 30 ദിവസങ്ങൾ കൊണ്ട് ഏകദേശം 17 കോടിക്കടുത്താണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT അപ്ഡേറ്റും വന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. അടുത്തതും ഒരു OTT അപ്ഡേറ്റ് ആണ്. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാളത്തിൽ ആദ്യമായി ഒരു ഗെയിം ത്രില്ലർ ചിത്രം പരീക്ഷിച്ച ഡിനോ ഡെന്നിസ് മമ്മൂക്ക കോംബോയിലെത്തിയ ബസൂക്ക എന്ന സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതും പ്രകാരം ചിത്രത്തിന്റെ OTT അവകാശം വിറ്റുപോയെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് C5 തന്നെയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2025-ൽ പുറത്തിറങ്ങിയ മമ്മൂക്കയുടെ 2 ചിത്രങ്ങളും ഇതുവരെ OTTയിൽ റിലീസായിട്ടില്ല. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഈ മാസം OTTയിൽ റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു അപ്ഡേറ്റ്, റിലീസ് ചെയ്യപ്പെട്ട ലാലേട്ടൻ അൻവർ റഷീദ് കോംബോയിലെത്തിയ ചോട്ടാ മുംബൈ ഇന്നലെ മുതൽ തിയേറ്ററുകളിൽ തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത് കൂടിയിട്ടേ ഉള്ളൂ. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ ലിമിറ്റഡ് സ്ക്രീനിൽ നിന്നും 37 ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരുന്നത്. ഗൾഫ് കൺട്രീസിൽ നിന്നും ആദ്യ ദിവസം 3 ലക്ഷം രൂപ സ്വന്തമാക്കിയതോടുകൂടി തന്നെ ആദ്യ ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ ചോട്ടാ മുംബൈ റിലീസ് പതിപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത് 40 ലക്ഷം രൂപയാണ്. ആദ്യ ദിവസം ചിത്രത്തിന് മികച്ച രീതിയിൽ പ്രേക്ഷക സപ്പോർട്ട് ലഭിച്ചതുകൊണ്ട് തന്നെ 2ാം ദിവസം ചിത്രത്തിന്റെ സ്ക്രീൻ കൗണ്ടുകളുടെ എണ്ണം കൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ 2ാം ദിവസത്തെ കളക്ഷൻ കൂടുതലാണ്. ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ 2ാം ദിവസത്തെ കേരള കളക്ഷൻ 50 ലക്ഷത്തിന് മുകളിലായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഗോള കളക്ഷനാകട്ടെ 2ാം ദിവസം 60 ലക്ഷത്തിന് മുകളിൽ പോകുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതോടെ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ 1 കോടിക്ക് മുകളിലാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ്, DQവിന്റെ നിർമ്മാണ കമ്പനി നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കും ടൈറ്റിൽ കാർഡും ഇന്ന് പുറത്തു വന്നിരുന്നു. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. കല്യാണി പ്രിയദർശൻ, നസ്ലിൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ സംവിധാനവും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത് ഡൊമിനിക് അരുണാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ അപ്ഡേറ്റുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.